വെടിനിർത്തൽ ധാരണ നിലവിൽ വന്ന് മണിക്കൂറുകൾക്കകം ലംഘിച്ചു പാകിസ്ഥാൻ. പാക് ഡ്രോൺ ആക്രമണത്തിൽ ഒരു സൈനികന് വീരമൃത്യു. പാക് നടപടി അപലപിച്ച ഇന്ത്യ ആവശ്യമെങ്കിൽ തിരിച്ചടിക്കാൻ സേനകൾക്ക് നിർദ്ദേശം നൽകി. For the last few hours, there have been repeated violations of the understanding arrived at earlier this evening between the Directors General of Military Operations of India and Pakistan. This is a breach of the understanding arrived at earlier today. The armed forces are giving an adequate and appropriate response to these violations, and we take very, very serious notice of these violations. We call upon Pakistan to take appropriate steps to address these violations and deal with the situation with seriousness and responsibility. The armed forces are maintaining a strong vigil on the situation. They have been given instructions to deal strongly with any instances of a repetition of the violations of the borders along the international border as well as the line of control. ജമ്മുകശ്മീരിലെ അഖ്നൂരിലും രജൌരിയിലും ആർഎസ്പുരയിലും കനത്ത ഷെല്ലാക്രമണമുണ്ടായി. നഗ്രോത്തയിലെ സൈനിക കേന്ദ്രത്തിന് നേരെ ഭീകരാക്രമണമുണ്ടായി. അതിർത്തി സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരുമായി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആശയവിനിമയം നടത്തി. പഞ്ചാബിലെ അമൃത്സറിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ജനങ്ങൾ വീടിനുള്ളിൽ തുടരണം എന്നാണ് നിർദ്ദേശം. അതിനിടെ വെടിനിർത്തൽ ധാരണ നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമെന്ന് പാക് വിദേശകാര്യ വക്താവ് പ്രതികരിച്ചു. പ്രതികരണം അതിർത്തിയിലെ പാക് പ്രകോപനത്തിന് ശക്തമായി തിരിച്ചടിക്കാൻ ഇന്ത്യ നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ്. ബൽറാം നെടുങ്ങാടി ശ്രീനഗറിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, ഈ ശ്രീനഗറിൽ സാഹചര്യം എന്താണ്? പുതുതായി പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ്? ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷമുള്ള രാത്രി എന്താണ് സംഭവിച്ചത് ബൽറാം? റിജിത്ത്, നിലവിൽ ശ്രീനഗറിൽ ഇപ്പോൾ സാഹചര്യങ്ങൾ ശാന്തമാണ്. പുതിയ ആക്രമണങ്ങളോ അല്ലെങ്കിൽ ആക്രമണ ശ്രമങ്ങളോ സ്ഫോടന ശബ്ദങ്ങളോ ഇന്നലെ രാത്രിയോ ഇന്ന് പുലർച്ചെയോ ശ്രീനഗറിൽ കേട്ടിട്ടില്ല. എന്നാൽ ബ്ലാക്ക് ഔട്ട് തുടരുകയായിരുന്നു രാത്രി മുഴുവനായും തന്നെ. അല്പസമയം മുമ്പാണ് വൈദ്യുത ബന്ധം പൂർണ്ണമായും പുനഃസ്ഥാപിക്കപ്പെട്ടത്. ഇടയ്ക്കിടെ എന്നാൽ വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടിരുന്നു 2 തവണ രാത്രി. അതേസമയം ജനങ്ങൾ വലിയ ആശങ്കയിൽ തന്നെയാണ് റിജിത്ത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇന്ന് ആളുകൾ ഈ ഒരു സമയത്ത് സാധാരണ കാണുന്ന ആളുകളെ നമുക്ക് ഈ തെരുവിൽ കാണാൻ കഴിയുന്നില്ല ശ്രീനഗറിൽ. അത് ആശങ്കയുടെ ഒരു കാരണം കൊണ്ട് തന്നെയാണ് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. കാരണം കഴിഞ്ഞ രാത്രിയിൽ അത്രത്തോളം അവിശ്വസനീയമായ രംഗങ്ങളാണ് ശ്രീനഗറിൻ്റെ ആകാശത്ത് സാക്ഷ്യം വഹിച്ചത്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ജനങ്ങൾ വലിയ ആശ്വാസത്തിലായിരുന്നു. പതിവിൽ കൂടുതൽ ആളുകൾ തെരുവിലിറങ്ങുന്ന സാഹചര്യമുണ്ടായിരുന്നു. പതിവ് പോലെ കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് സമാനമായി ബ്ലാക്ക് ഔട്ട് 7:30 നടപ്പാക്കിയില്ലായിരുന്നു. 8:30 വരെ അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടെയാണ് 8:30 ശേഷം പിന്നീട് സാഹചര്യങ്ങൾ മാറിയത്. പലതവണ ഉഗ്രസ്ഫോടനങ്ങൾ ഉൾപ്പെടെ സ്ഫോടന ശബ്ദങ്ങൾ ഉൾപ്പെടെ ശ്രീനഗറിൻ്റെ ആകാശത്ത് നിന്നും കേട്ടു. വെളിച്ചങ്ങൾ കണ്ടു. അസാധാരണമായ രംഗങ്ങളായിരുന്നു പിന്നീട് ശ്രീനഗറിൽ കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ആദ്യ 3 ദിവസങ്ങളിലും ശ്രീനഗറിൽ ഇത്രത്തോളം വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിച്ചത്. പ്രത്യേകിച്ചും വിമാനത്താവളത്തിന് നേരത്തെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 3 തവണ ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ രാവിലെ വലിയ സ്ഫോടന ശബ്ദം 3 തവണ കേട്ടിരുന്നു. ഇതിനപ്പുറത്തേക്ക് തുടർച്ചയായി രാത്രിയുള്ള ആക്രമണ ശ്രമങ്ങൾ ശ്രീനഗറിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. അത് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ശ്രീനഗറിൽ കാണാൻ നമുക്ക് കഴിഞ്ഞത്. ഇത് ജനങ്ങളെ വലിയ ആശങ്കയിലാക്കി റിജിത്ത്. പ്രത്യേകിച്ച് മറ്റ് പലയിടങ്ങളിൽ ഉറി അടക്കമുള്ള ഇടങ്ങളിൽ നിന്നും ജീവൻ രക്ഷിക്കാനായി എത്തിയ ആളുകൾ ഇപ്പോൾ ഇവിടെയുണ്ട്. ഒരുപാട് പേർ ഇവിടെയുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ആശങ്ക വർദ്ധിപ്പിച്ചത്. ഇവിടെയുള്ള ശ്രീനഗറിൽ താമസിക്കുന്ന ആളുകളുടെ ഭൂരിഭാഗം വീടുകളിലും അവരുടെ ബന്ധുക്കൾ ഈ അതിർത്തി മേഖലകളിൽ താമസിക്കുന്നവർ ആശങ്കയെ തുടർന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. അത് ശ്രീനഗർ ഒരു സുരക്ഷിതമായ ഇടം എന്നവർ കരുതിയിരുന്നു.
എന്നിട്ട് പോലും വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ട് പിന്നീടും ഇവിടെ ശ്രീനഗറിൻ്റെ ആകാശത്തേക്ക് ഡ്രോണുകൾ എത്തുന്നു എന്ന റിപ്പോർട്ടുകൾ അത് വലിയ ആശങ്ക ജനങ്ങളിലുണ്ടാക്കി. അവർ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ വെടിനിർത്തൽ ഉണ്ടോ അല്ലെങ്കിൽ അത് സത്യമാണോ എന്ന് പോലും ചോദിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ലൈറ്റ് അണച്ച് ഈ ഒരു ആകാശത്ത് ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ കേട്ട് തുടങ്ങിയത് മുതൽ വളരെ പെട്ടെന്ന് ഏതാണ്ട് അരമണിക്കൂറിനകം തന്നെ ആളുകൾ എല്ലാവരും തന്നെ വീടുകളിലേക്ക് കയറി ലൈറ്റ് പൂർണ്ണമായും അണച്ച് വീടിനുള്ളിൽ തന്നെ കഴിയുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഏതാണ്ട് 9:26 വരെ ഇതേ സാഹചര്യം തുടരുകയായിരുന്നു. എങ്കിൽ പോലും അതിനുശേഷം പിന്നീട് ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായില്ല. ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ച വിശദീകരണം എന്നുള്ളത് ആക്രമണം ഉണ്ടായില്ല, എന്നാൽ ഡ്രോണുകൾ, സർവൈലൻസ് ഡ്രോണുകളാണ് ഇവിടേക്ക് എത്തിയത്. അത് ഈ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം ആക്ടിവേറ്റ് ആണ് എന്ന് അറിഞ്ഞതോടുകൂടി അവ മടങ്ങിപ്പോവുകയായിരുന്നു എന്നുള്ളതാണ് സൈനിക വൃത്തങ്ങളിൽ നിന്നും ഇക്കാര്യത്തിൽ ലഭ്യമായ ഒരു വിശദീകരണം എന്നുള്ളത്. എന്നാൽ ജനങ്ങൾ എന്തായാലും ഇപ്പോഴും ഒരു ആശങ്കപൂർണമായും വിട്ടുമാറിയ സാഹചര്യം ഉണ്ടായിട്ടില്ല. ഈ ദൃശ്യങ്ങളിൽ നിന്നും നമുക്കത് വ്യക്തമാണ്. റീജിത്ത്. ശരി, ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. അമൃത്സറിൽ പുലർച്ചെ സൈറൻ മുഴങ്ങി ആളുകൾ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം വരുന്നു. വീടിന് പുറത്തേക്ക് ഇറങ്ങരുതെന്നും ലൈറ്റുകൾ ഓഫാക്കി വീട്ടിൽ തന്നെ തുടരണം എന്നുമാണ് നിർദ്ദേശം. അത് ഈ ജാഗ്രതയുടെ ഭാഗമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ്.